ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ദൈവ സന്നിധിയിൽ നമ്മൾ ആത്മീകമായി ഒരു ഭക്തന് ഭവിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക ജീവിതത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചാൽ അവൻ്റെ ജീവിതത്തിന് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് അവന് വന്നുകൂടുന്ന രോഗങ്ങൾ. ബാല്യത്തിലെ രോഗങ്ങളുണ്ട്, യൗവനത്തിലെ രോഗങ്ങളുണ്ട്, വാർദ്ധക്യത്തിലെ രോഗങ്ങളുണ്ട്. ഇതിലേത് പ്രായത്തിലും ഏത് രോഗവും ഒരു മനുഷ്യന് വന്നുപെടാവുന്നതാണ്. പാപമാണ് രോഗത്തിനൊക്കെയും കാരണം. പാപത്തെ വിട്ട് ഒരു മനുഷ്യൻ പൂർണ്ണ ശുദ്ധീകരണത്തിലേക്ക് വന്നാൽ അവന് പിന്നെ രോഗമുണ്ടാകുകയില്ല. രോഗം ബാധിച്ച പലർക്കും കർത്താവ് ചികിത്സിച്ചത് പാപമോചനത്തിൽ കൂടിയാണ്. അതായത് പാപമോചനം ഭവിച്ചു കഴിഞ്ഞാൽ നീങ്ങിപ്പോകുന്ന രോഗങ്ങളാണ് മനുഷ്യനുള്ളതെന്നർത്ഥം. അങ്ങനെ കർത്താവ് നമുക്ക് വൈദ്യനായിരുന്നുകൊണ്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്ന പോലെ നമ്മെ പുതിയ നിയമത്തിൽ സൗഖ്യമാക്കുന്ന യേശു നമ്മുടെ ആയുഷ്കാലം പൂർത്തിയാക്കുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തിന് വെല്ലുവിളിയായി വരുന്ന രോഗങ്ങളെ നീക്കി സൗഖ്യമാക്കുവാൻ തക്കവണ്ണം നമ്മോടൊപ്പം ഇരുന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗങ്ങൾ. കഴിഞ്ഞ ചില ഭാഗങ്ങളിൽ നമ്മൾ ഓരോരോ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കിടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് ഉള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കാനിടയായി തീർന്ന ഭാഗം, കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ തൻ്റെ ശുശ്രൂഷ തികച്ചതിന് ശേഷം പാപികളാൽ ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. ഈ അടക്കപ്പെടുന്ന സമയമാണ് യെരുശലേമിൽ അവൻ്റെ ശിഷ്യന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടി സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഇപ്രകാരം യേശു മരിച്ചത് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നിശ്ചയം അന്ന് അവർക്കില്ല. അപ്പോൾ ഓരോരുത്തർ പത്രോസ് മീൻ പിടിക്കാൻ പോയി. അങ്ങനെ ഓരോരുത്തരുടെ വഴിക്ക് പോയി. അപ്പോൾ എമ്മോസ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന 2 ശിഷ്യന്മാർ, ആ 2 ശിഷ്യന്മാർ ഇനി ഇരുന്നിട്ടെന്ന കാര്യം, യേശു പോയി. യേശുവിനെ മരിച്ച് അടക്കപ്പെട്ടത് നേരിട്ട് കണ്ടതാണ്. ഇന്ന് 3 ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് അകലെയാണ് എമ്മോസ് എന്ന് പറയുന്ന ഗ്രാമം. ഇവരിങ്ങനെ പറഞ്ഞ് എന്തുകൊണ്ട് ഇങ്ങനെ ഭവിച്ചു, അവൻ അങ്ങനെ ചെയ്തത് എന്താണ്, ഇങ്ങനെ വന്നത് എന്താണ്, ക്രൂശിച്ചത് എന്താണ്, അവൻ്റെ തെറ്റെന്തായിരുന്നു, അവരെ കൂടി അവർ ചെയ്തല്ലോ, ഇങ്ങനെ പായല്ലോ, ഇങ്ങനെ വല്ല അനവധി കാര്യങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഈ സമയത്ത് യേശു മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റായിരുന്നു. ഇത് ഇവർ വ്യക്തമായിട്ട് അറിഞ്ഞിട്ടില്ല. യേശു യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്നത് കണ്ട് ഇവരെ ഏതു വിധേനയും ബോധം വരുത്തി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരോട് ചേർന്ന് നടക്കുക. ഇവർ കാണാതെ വണ്ണം ഇവരെ കണ്ണ് നിരോധിച്ചിരുന്നു. യേശു ആണെന്നറിയാൻ പാടില്ല. തങ്ങളോട് കൂടെ ഒരാൾ കൂടെ വന്നു. അപ്പോൾ എന്നിട്ടും ഇവർ സംസാരം നിർത്തുന്നില്ല. എല്ലാവരും ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഈ വന്ന യേശു ആകട്ടെ കൂടുതൽ സംസാരിക്കുകയൊന്നും ചെയ്യാതെ ഇവർ പറയുന്നത് കേട്ട് ഇവർ കൂടെ അങ്ങ് നടക്കുക. അവരവരുടെ സംസാരം തുറന്നുകൊണ്ടിരിക്കുക. അവർ തർക്കിക്കുന്നുണ്ട്, വാദിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ, ഇത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഒടുവിൽ യേശു ചോദിച്ചു, നിങ്ങൾ ഈ വഴി നടക്കുമ്പോൾ ഞാൻ വന്നപ്പോൾ മുതൽ കേൾക്കുന്നതാണല്ലോ, നിങ്ങൾ ഈ തർക്കിച്ച് വാദിക്കുന്നത് എന്ത് കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്?
അപ്പോൾ അവർ പറഞ്ഞ്, എടാ, യെരൂശലേമിൽ വന്ന് താമസിക്കുന്ന ഒരു പരദേശി, നീ ഒരു പരദേശിയായിട്ട് ആയിട്ട് വന്ന് താമസിക്കുന്ന നീ ഇതൊന്നും അറിഞ്ഞില്ലേ? ഏത് കാര്യം? യേശുവിൻ്റെ കാര്യം. നസ്രായനായ യേശുവിൻ്റെ കാര്യം. അവൻ ആഹ്, ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ അവൻ രാജാവാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്നാൽ യഹൂദന്മാരെല്ലാവരും കൂടി അവനെ ശിക്ഷയ്ക്ക് വിധിച്ച് അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു. ഇന്ന് 3 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഒരു വർത്തമാനം അല്ലാതെയും കേൾക്കുന്നുണ്ട്. അവൻ ഉയർത്തെഴുന്നേറ്റെന്നും പറഞ്ഞ് അവനെ കല്ലറയ്ക്കൽ പോയി കണ്ട ചിലര് സാക്ഷ്യം പറഞ്ഞ കാര്യങ്ങളുമൊക്കെ പറയുന്നത് കേട്ട് ഈ കാര്യങ്ങളിങ്ങനെ സംസാരിക്കാം. അപ്പോൾ യേശു പറഞ്ഞ വാക്കാണ്, അല്ലയോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവനും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ക്രിസ്തു ഇങ്ങനെ ലോകത്തിൽ വന്ന് കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കേണ്ടതല്ലേ? നിങ്ങൾ പ്രവാചകന്മാർ മോശ പറഞ്ഞത് വായിച്ചിട്ടില്ലേ? പഴയ നിയമ പ്രവാചകന്മാർ യെശയ്യാവ് പറഞ്ഞു വായിച്ചിട്ടില്ലേ? യെഹെസ്കേൽ പറഞ്ഞത് വായിച്ചിട്ടില്ലേ? ഓരോരോ പുസ്തകത്തിൽ നിന്നും കർത്താവ് അത് വ്യാഖ്യാനിച്ചു കൊടുത്ത്. തുടർന്ന് അറിയാം, അവർക്ക് കാര്യം ബോധ്യമായി. യേശുവിനെ അവർ തിരിച്ചറിഞ്ഞ് അവർ യെരൂശലേമിലേക്ക് തിരിച്ചുപോയി. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് എന്ത് ചെയ്തതാ? ഇവരെ കർത്താവ് വിളിച്ച വിളിയാണ് മന്ദബുദ്ധികളെ. എന്താ കാരണം? പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അവിടെയാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജീവിക്കും. ഒരു വചനം കൊണ്ടല്ല, സകല വചനം. ഒരു വചനം കൊണ്ട് പ്രവർത്തിക്കുന്നവൻ സാത്താനാണ്. യേശുവിനെ കൊണ്ടുവന്ന് മന്ദിരത്തിൻ്റെ മുകളിൽ നിർത്തിയതിന് ശേഷം യേശുവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണല്ലോ. ആണ്. നീ അവിടെ നിന്ന് ചാട്. കാരണം ധൈര്യമായിട്ട് ചാടാം. ഏത്? യേശുവിനോട് വചനം പറയുക. സാത്താൻ വചനം പറഞ്ഞ് പഠിപ്പിക്കുക. വചനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അവൻ നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാനും തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. നീ ദൈവപുത്രനാണെങ്കിൽ നീ മേളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ നിന്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം ദൂതന്മാർ നിന്നെ കയ്യിൽ വഹിച്ചോളും. വചനമുണ്ടല്ലോ, ഉണ്ട്. പിന്നെന്താ? ചാടിയാലെന്താ? യേശു പറഞ്ഞു, അത് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. അപ്പുറത്ത് ഇതിൻ്റെ കൂട്ടുവചനം വേറെ കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ വചനം ഒരു ഭാഗം മാത്രം എടുക്കുന്നവൻ കള്ളനാണ്. ദൈവത്തിൻ്റെ വചനം സത്യം കണ്ടെത്തണം. സത്യം എവിടെ ഇരിക്കുന്നു? 119 സങ്കീർത്തനം 160 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ. അതായത് ഒരു വചനം ലഭിച്ചത് മാത്രം കൊണ്ട് ഉപദേശം ഉണ്ടാക്കാനോ ജീവിക്കാനോ സാധിക്കില്ല. അതിന് ഇണവചനങ്ങളുണ്ട്. ഇണവചനങ്ങളും കൂടെ കൂട്ടിയതിന് ശേഷം അതിൻ്റെ പൊരുളെടുക്കണം. അപ്പോഴാണ് സത്യം വെളിപ്പെടുന്നത്. ആ സത്യമാണ് അനുസരിക്കേണ്ടത്. അല്ലാതെ നീ പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് മേളിൽ നിന്ന് താഴത്തേക്ക് ചാടാനില്ല. അങ്ങനെ ചാടാൻ പാടില്ല. അപ്പുറത്ത് വേറെ വചനം എഴുതിയിട്ടുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? അത് നീ വായിച്ചിട്ടില്ലേ? അപ്പോൾ പരീക്ഷിച്ചതാ. അപ്പോൾ യേശു പറഞ്ഞത് പ്രവാചകന്മാർ മുഖാന്തരം ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ വചനങ്ങളും ഈ അതിൻ്റെ സാരമാണ് യേശു പറയുന്നത്. സാത്താൻ പറയുന്നതോ ഒരു വചനം എടുത്ത് മനുഷ്യനെ ഇല്ലാതാക്കാൻ, മനുഷ്യനെ ദൈവത്തിന് വിരോധികളാക്കി തീർക്കുവാൻ ഭാഗികമായിട്ട് പറയുന്നതാണ്. അങ്ങനെയുള്ളവരെയാണ് മന്ദബുദ്ധികളെന്ന് പറയുന്നത്. എല്ലാ വചനങ്ങളും ഒരുപോലെ എടുത്ത് അതിൻ്റെ സാരം കണ്ടെത്തി ആ സത്യത്തിൽ നിൽക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ. അപ്പോൾ മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സാരത്തെ കണ്ടെത്താതെ കാണുന്ന വചനത്തിൻ്റെ ഭാഗികമായ അർത്ഥത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുക, പ്രവർത്തിക്കുകയും ചെയ്ത് ശത്രുവിനാൽ വഞ്ചിക്കപ്പെട്ടു പോകുന്നവനാണ് മന്ദബുദ്ധി എന്ന് പറയുന്നത്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് മന്ദബുദ്ധികൾ ഒരിക്കലും ദൈവത്തിൻ്റെ സത്യത്തെ കണ്ടെത്തുന്നില്ല. വചനത്തിൻ്റെ പൊരുൾ അവർ കണ്ടെത്തുന്നില്ല. നിന്റെ വചനത്തിൻ്റെ സാരം സത്യം തന്നെ എന്നാണ്.
ആ സാരം അവർ കണ്ടെത്തുന്നില്ല. അവർ വചനത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ കണ്ടെത്തുന്നുള്ളൂ. അവർ അപകടത്തിൽപ്പെടുകയും ചെയ്യും. ഇവരെയാണ് മന്ദബുദ്ധികളെന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം വിളിച്ചിരിക്കുന്നത്.